ഈ നിർമ്മിത ബുദ്ധി ടൂളുകൾ, നമ്മൾ ഈ പറയുന്ന ഓരോ ടൂളുകൾ, ChatGPT, ജെമിനി, ഗ്രോക്ക്, പിന്നെ പല 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 ടൂളുകൾ നമ്മൾ നോക്കി. ഇതിനകത്ത് ഇങ്ങനെയുള്ള ടൂളുകൾക്കൊന്നും ഒരു ദാരിദ്ര്യമില്ല. ഓരോ ദിവസവും നിരവധി ടൂളുകൾ ഇറങ്ങിക്കൊണ്ട് ഇഷ്ടംപോലെ ഇതുപോലുള്ള നിർമ്മിത ബുദ്ധി ടൂളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു രീതി, അത് പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതില് പലതും ഇപ്പൊ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ AI ടൂളുകളുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്ന AI ടൂളുകളുണ്ട്. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും AI ടൂളുകളുണ്ട്. പൊതുവെ നമ്മൾ കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് രൂപത്തിൽ, അക്ഷരം, അക്കം, അടയാളം, അതാണ് ടെക്സ്റ്റ് രൂപത്തിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള മെയിൻ സ്ട്രീമായ AI ടൂളുകൾ, ChatGPT, ജെമിനി, ഗ്രോക്ക്, മെറ്റ, ഡീപ്സീക്ക്, ചാറ്റ്സെഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ഇതിനെല്ലാം ലാംഗ്വേജ് മോഡൽ എന്നാണ് പറയുന്നത്, ഭാഷാ മാതൃകകൾ എന്നാണ് പറയുന്നത്. ഭാഷാ മാതൃകകൾ. ഈ ഭാഷാ മാതൃകകളിൽ ആദ്യം ഇതൊക്കെ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ മിക്കവാറും ഒക്കെ ഉള്ള ഭാഷകൾ ഇന്ന് ഇത് കൈകാര്യം ചെയ്യുന്നു. അതിന് നമ്മുടെ മലയാളം ഭാഷ, ഈ ഭാഷാ മോഡലുകൾ, ഈ ഭാഷാ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക്, മാതൃക. ബേസിക്കലി ഈ മോഡൽ, AI മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിമിക്ക, അനുകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചു വെച്ചതിനെ അനുകരിച്ചാണ് നമുക്ക് തരുന്നത്, അനുകരിക്കുക. അപ്പൊ പഠിച്ചു വെച്ചതിന് എന്നുമായി ബന്ധപ്പെട്ട ഒരു അനുകരണമാണ് നമുക്ക് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ അനുകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതിന്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ മോഡൽ എന്നൊക്കെ വെക്കുന്നത്, മോഡൽ, ഭാഷാ മാതൃക. അപ്പൊ ഇതില് നമ്മുടെ മലയാള ഭാഷ, ഇതില് ഈ മാതൃകയിലെ ഭാഷകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഹൈ റിസോഴ്സ്, ലോ റിസോഴ്സ്, മീഡിയം റിസോഴ്സ് ലാംഗ്വേജ്. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഹൈ റിസോഴ്സ് ലാംഗ്വേജാണ്, ഹിന്ദി ഒരു മീഡിയം റിസോഴ്സ് ലാംഗ്വേജാണ്, നമ്മുടെ മലയാള ഭാഷ ഒരു ലോ റിസോഴ്സ് ലാംഗ്വേജാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം ചോദിച്ച് ജനറേറ്റ് ചെയ്യുന്നതും മലയാളത്തിൽ നമ്മളൊരു കാര്യം ചോദിച്ച് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതിലും ഒരേ പ്രോംപ്റ്റ് തന്നെ കൊടുത്താൽ രണ്ടും വ്യത്യാസമായിരിക്കും. ഇംഗ്ലീഷിലത് ഗംഭീരമായിരിക്കും, മലയാളത്തിലെ അത്ര ഗാംഭീര്യത്വം ഉണ്ടാവണമെന്നില്ല. ആഡിയോ മൈക്ക്, ശാന്തിഗ്രാമിന്റെ തന്നെ മൈക്ക്, ശാന്തിഗ്രാമിന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യേ. ശാന്തിഗ്രാം, രാംകിരൺ, ഇതിന്റെ അഡ്മിൻ തന്നെ ഇങ്ങനെ ചെയ്താൽ ചെയ്യും. രാംകിരണേ, രാംകിരണേ, ഇന്ന് എന്താ ചെയ്യാ? ഓഫായി. അപ്പോ അതിന്റെ ഫ്ലോയും നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടേത് ലോ റിസോഴ്സ് ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനേക്കാളും ഗംഭീരം ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആധികാരികമായും വളരെ ഗാംഭീര്യത്തോടു കൂടിയൊക്കെ നമുക്ക്, ഗാംഭീര്യം എന്ന് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ മലയാളത്തിനേക്കാളും മെച്ചം ഇംഗ്ലീഷിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അതുപോലെ നമ്മൾ ട്രാൻസ്ലേഷൻ ടൂളുകൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചമായിരിക്കും. അതെന്തോ അങ്ങനെ ആവട്ടെ. പക്ഷേ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെ ഈ പ്രോംപ്റ്റ് കൊടുക്കണമെന്നുള്ളത്
നിങ്ങളുടേതായ ഒരു ശൈലിയായി മാറണം. ഇപ്പൊ നമുക്കെല്ലാം ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ നേരത്ത് പ്രോംപ്റ്റിന് എങ്ങനെയാണ് മെച്ചപ്പെട്ട ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ആ നോട്ട് വായിച്ച് നമ്മളൊരു പ്രോംപ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി AI-യിലോട് പറഞ്ഞ് ജനറേറ്റ് ചെയ്യുക എന്നൊക്കെ പ്രായോഗികമല്ല. അപ്പൊ പ്രോംപ്റ്റ് എങ്ങനെ ആയിരിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തയിൽ ആ സാധനം ലൈവായി നിൽക്കുന്നോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പ്രോംപ്റ്റ്. അതായത് നമ്മുടെ ചിന്തയിൽ ആ പറയുന്ന, നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. 7 + 4 - 2 പറഞ്ഞു, ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ സെന്റൻസുകളായിരിക്കണം, വ്യക്തമായിരിക്കണം, പിന്നെ അതിനകത്ത് പിന്നെ റോൾ മോഡിനെ കുറിച്ച്, സാഹചര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ വരണം. പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തയിലൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. 2, ഇതൊന്നുമല്ല നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ളൊരു മടി. ഈ മടി ഒരു വലിയ പ്രശ്നം. മടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്ലാസ്സിൽ തന്നെ, നമ്മളിപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ പ്രതികരിക്കുന്ന ആൾക്കാരെ വളരെ വളരെ കുറവാണ്. വളരെ 2-3 പേരൊക്കെ പ്രതികരിക്കുന്നുള്ളൂ. കൂടുതൽ പേര് പ്രതികരിക്കാത്ത എന്തായിരിക്കും അത് പ്രതികരിക്കാത്തതിനുള്ള കാരണം? പ്രതികരിക്കുന്നില്ല, അല്ലേ? നമുക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല പ്രതികരിക്കാത്തത്. അതിനൊരു പിന്നെ ഹെറിഡിറ്ററി, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആൾക്കാരെ കളിയാക്കാറുണ്ട്. എന്തെങ്കിലും ഈ കളിയാക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരാളുടെ എന്തായാലും കളിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും വൈകല്യങ്ങളോ പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകളോ ഒക്കെ വെച്ചിട്ടുകൊണ്ടാണ് നമ്മൾ കളിയാക്കുന്നത്. ഈ കളിയാക്കൽ രീതി ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. വികസിത രാജ്യങ്ങളിലൊന്നും ആരെയും കളിയാക്കാറില്ല. പക്ഷെ നമ്മൾ ഈ കളിയാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന കളിയാക്കൽ ടൂൾ എന്ന് പറയുന്നത് അവന്റെ സംസാരമാണ്. നമ്മൾ കാഷ്വലായിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നതിൽ അല്പം തെറ്റി, അത് വെച്ച് നമ്മൾ അപ്പം കളിയാക്കും. അല്ലെങ്കിൽ രണ്ടുപേര് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, രണ്ടാൾക്കാർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കേൾക്കുന്നു, രണ്ടുപേര് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ പറയുന്നതിൽ അപാകതകളുണ്ട്, പ്രൊണൗൺസിയേഷനിലെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആൾ പറയുന്ന വാക്ക് തെറ്റായി വാക്ക് ഉപയോഗിക്കുന്നു. അത് കേട്ട് നമ്മൾ ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർ പരസ്പരം അവർ പറയുന്ന അയാൾക്ക് പറ്റിയ ആ തെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. അപ്പൊ നമ്മൾ കളിയാക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നമ്മളെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഇത് ഇന്ന് പിന്മാറുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം, ഇതൊരു പ്രശ്നമാണ്. നമ്മൾ കളിയാക്കപ്പെടുമോ, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയാൽ മറ്റാൾക്കാർ കളിയാക്കും, അവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരനാവും എന്നുള്ള ഒരു ഭയം, ഒരു അകാരണമായ ഭയം. അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ ആ ഭയം നമ്മളിലുണ്ട്. അതൊന്ന്. 2, നമ്മുടെ ഭാഷയുടെ മറ്റൊരു സവിശേഷത, നമ്മളുടെ സംസാര ഭാഷ ഒരു പ്രദേശത്തുള്ള ഒരു പ്രദേശം ഒരു ഗ്രാമത്തിൽ തന്നെ പല സ്ലാങ്ങുകളാണ്. ചില സമുദായത്തിന് ചില സ്ലാങ്ങുകൾ, ചില ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്ലാങ്. അപ്പൊ ഈ ഒരു വേർതിരിവ് ഇതിനകത്തുണ്ട്. പിന്നെ
നമ്മളുടെ ഒരു പ്രിന്റ് എഴുതുമ്പോൾ ഉള്ള ഒരു ഭാഷയും സംസാരിക്കുമ്പോഴുള്ള ഭാഷയും ലോകത്തെ എല്ലായിടത്തും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളെ ഇടയിൽ അത് അതിഭീകരമാണ്. എഴുതുമ്പോൾ ഉള്ള വാക്കുകളല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള വാക്കുകൾ. അപ്പൊ നമ്മളൊരു വേദിയിൽ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നമുക്ക് മടിയാണ്. കാരണം ആ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പ്രിന്റ് ലാംഗ്വേജ് ആയിരിക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ. ആ ലാംഗ്വേജിൽ നമുക്ക് വലിയ പിടിപാടില്ല എന്നുള്ളൊരു വിശ്വാസം. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സംശയം ചോദിക്കാനോ 2 വാക്ക് സംസാരിക്കാനോ വിളിച്ചു കഴിഞ്ഞാൽ ആരും മുന്നോട്ട് വരില്ല, പിന്നോട്ട് പോകും. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോ ഈ ഒരു ഇത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കാര്യങ്ങൾ ചോദിക്കണ്ടേ? അപ്പൊ ഈ പ്രോംപ്റ്റ് ഈ നമ്മൾ ഇനി വരാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത്, വരാൻ പോകുന്ന ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷത്തിനകത്ത് നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങൾ തന്നെ ആകെ മാറും. പരീക്ഷാ സംവിധാനം മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പരീക്ഷ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഡിസ്ക്രിപ്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരീക്ഷാ രീതികളാണുള്ളത്. അപ്പൊ ചോദ്യം വരുന്നത്, നമ്മൾ ഉത്തരം എടുക്കുന്നു. ഈ സംവിധാനം മാറിയിട്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഉത്തരം തരും, നമ്മൾ ചോദ്യം പറഞ്ഞാണ്. അതായത് പരീക്ഷയ്ക്ക് ഉത്തരമാണ് തരുന്നത്, ചോദ്യം ഉണ്ടാണ്. ചോദ്യം ചോദിക്കുന്നവനാണ് ഏറ്റവും മിടുക്കൻ. കാര്യം ഉത്തരത്തിന് പഞ്ചമില്ല, ഉത്തരം റെഡിമേഡാണ് അല്ലേ? അപ്പൊ എന്താ ചോദ്യം ചോദിക്കാം. അപ്പൊ അങ്ങനെ അതാ നമ്മുടെ വരാൻ പോകുന്ന ലോകം അപ്പാടെ മാറി. ഉത്തരം ഉണ്ടാക്കുക എന്ന ആ ഒരു പ്രശ്നം പരിഹരിച്ചു. ഇനി ചോദ്യം ഉണ്ടാക്കുക ആണ്. അവിടെയാണ് എത്ര ഗംഭീരമായി കാര്യങ്ങൾ ചോദിക്കാം. അവരാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. നിർദ്ദേശം അല്ലേ? ചോദ്യം എന്ന് പറയുന്നത് നിർദ്ദേശമാണ് അല്ലെ? നിർദ്ദേശം, ഉപദേശം, ചോദ്യം, പ്രതികരിക്കുക, ഈ രീതിയിലുള്ള റെസ്പോണ്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരത്തിന് ഒരു പഞ്ചമില്ല. കാരണം എല്ലാ ഉത്തരവും മനുഷ്യൻ ഇന്ന് വരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഉത്തരവും നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ ഉത്തരവും ഉണ്ട്. എന്താ ഇല്ലാത്തത്? ചോദ്യങ്ങളായില്ലാത്തത്. യെസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? അതായത് നമ്മൾ AI വന്നതോടുകൂടി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ AIയിലുണ്ട്. പക്ഷെ എന്താ ഇല്ലാത്തത്? ചോദ്യം മാത്രമില്ല. ചോദ്യം ചോദിക്കണം. നമ്മൾ ചോദിക്കണം. ചോദ്യം എന്നല്ല അർത്ഥം, നമുക്ക് ഉള്ള ഈ അറിവുകളിൽ നിന്ന് നമുക്ക് വേണ്ട അറിവ് മുങ്ങിയെടുക്കുക എന്നുള്ള, ആ എടുക്കുന്ന അറിവ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള, ആ അറിവ് മുങ്ങിയെടുക്കാൻ, അത് അടർത്തിയെടുക്കാൻ നമ്മൾ അടർത്തിയെടുക്കുക അല്ലെങ്കിൽ അറിവ് കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഈ പ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ടെക്സ്റ്റ് എഴുതി ചോദിക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. അതിൽ നിന്ന് മാറി വളരെ വേഗത്തിൽ നമ്മുടെ AI ടൂളുകളെല്ലാം വോയിസ് മോഡുകളിലേക്ക് എത്തി. വോയിസ് മോഡ്, നമ്മളിവിടെ AI ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, ആദ്യത്തെ ബാച്ച് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ChatGPT, ജെമിനിക്ക് ഒന്നും മലയാളം എന്ന് പറഞ്ഞുകൂടായിരുന്നു. മലയാളം അറിയില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് മലയാളം വന്നു. ഇപ്പൊ എന്താ പ്രശ്നം? പിന്നെ അത് ഇംഗ്ലീഷ് വന്നു, ഇംഗ്ലീഷ് വോയിസ് മോഡ് വന്നു. ഇപ്പൊ മലയാള വോയിസ് മോഡ് വന്നു. മലയാളത്തിൽ നമ്മൾ ചോദിച്ച
സംസാരിക്കുന്ന പോലെ ചോദിച്ചാൽ മതി, റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ചോദിക്കാൻ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ മനസ്സിനകത്തല്ല, നമ്മുടെ ചിന്തയിൽ വരിക. ചിന്തയിൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളെ ചിന്തയിലൂടെ വന്നെങ്കിൽ മാത്രമേ അതിന് അനുസൃതമായി നമുക്ക് ചോദിക്കാൻ പറ്റൂ. അപ്പോ അത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെങ്ങനെ നമുക്കിത് സാധ്യമാവും, എങ്ങനെ നമുക്ക് ഇത് സാധ്യമാവും എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയ? സംശയം ഒന്നുമില്ല? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് നമ്മൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് ഏറ്റവും കുറച്ച് വാക്കുകൾ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് വാക്ക്, അപ്പൊ പിന്നെ പ്രശ്നമില്ല. 2 3 വാക്കുകൾ കൊണ്ട് ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഒരു ഉത്തരം കിട്ടാൻ ചോദ്യമാണ്, ചോദ്യരൂപത്തിൽ ഉള്ള ഒരു ചോദ്യമാണ്. വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് കാര്യം പറയാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു വിശദീകരണം വേണ്ട കാര്യമാകുമ്പോൾ അതില് കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പൊ AI നമുക്കറിയാം, ലോകത്തെ എല്ലാ അറിവുകളും AIക്കുണ്ട്. ഈ AI നമ്മളോട് തിരിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ AI പറഞ്ഞു തരുമ്പോ AI ഏത് റോള് സ്വീകരിക്കണം അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഒരു ഡോക്ടർ നിങ്ങളുടെ ഒരു സുഹൃത്താണ്. ഒരു പിന്നെ അധ്യാപകൻ, പൊതുവിജ്ഞാനമുള്ള ഒരു അധ്യാപകൻ നിങ്ങളുടെ സുഹൃത്താണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ സുഹൃത്താണ്. ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ സുഹൃത്താണ്. ഒരു കർഷകൻ നിങ്ങളുടെ സുഹൃത്താണ്. എല്ലാവരുമായിട്ട് നിങ്ങൾ നല്ല അടുപ്പമുണ്ട്. നിങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിക്കും? നിങ്ങളുടെ കർഷകന്റെ കൂടെയോ കാർഷിക രംഗത്ത് ഉള്ള നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു അറിവാണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കും? നമ്മൾ അറിയാൻ കൃത്യമായിട്ട് ഒരു ഡോക്ടറോട് ചോദിക്കും. ഒരു സാങ്കേതികമായ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഒരു എഞ്ചിനീയർ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അയാളോട് നിങ്ങൾ ചോദിക്കും അല്ലെ? അപ്പോ അത് തന്നെയാണ് ഇവിടെ. ഈ AI ഏത് വേഷവും ധരിക്കുന്ന ഒരാളാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഏത് വേഷവും ധരിക്കുക. അയാൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഏത് ഭൂമിയിലുള്ള വൈജ്ഞാനിക ലോകത്തെ എല്ലാ റോളുകളും എടുത്ത് അണിയാൻ കഴിയുന്ന ഒരാളാണ് AI. ഇപ്പൊ അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുവെങ്കിൽ ഒരു അറ്റോമിക് ശാസ്ത്രജ്ഞനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു മാർക്കറ്റിംഗ് കാര്യമാണ് ചോദിക്കുന്ന ഒരു മാർക്കറ്റിംഗിന്റെ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മാർക്കറ്റിംഗിലെ ഒരു പ്രൊഫസറോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ആ ഗ്രാഫിക് ഡിസൈൻ പല കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന്റെ കളർ, ഈ കളറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡിസൈനർ ആളിനോട് ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്, ഇതിന്റെ കോപ്പി റൈറ്റിംഗ്, കണ്ടന്റ് ഉണ്ടാക്കണ കണ്ടന്റിന്റെ എക്സ്പെർട്ടുകൾ, കോപ്പി റൈറ്ററോട് ചോദിക്കും. അപ്പൊ ആരോട് ചോദിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. തീരുമാനിച്ചാൽ മാത്രമല്ല, തീരുമാനിച്ചിട്ട് നമ്മൾ പറയാ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ 2 ഏക്കർ കൃഷിഭൂമിയിൽ കപ്പ കൃഷി ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള
ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി എനിക്ക് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ ഉള്ള നിലയിൽ ഒരു പദ്ധതി തയ്യാറാക്കി തരും. ഇനി നിങ്ങൾ പറയാം, ഞാൻ ഒരു കപ്പ കൃഷി ചെയ്യാൻ പോകുന്നു. കപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ എന്ന നിലയിൽ കപ്പ കൃഷി കേരളത്തിൽ കപ്പ കൃഷി നടത്തിയാൽ ഉള്ള ലാഭനഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശദീകരിച്ച് തരാൻ പറയുമ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ പറയും. ഈ കർഷകൻ എന്ന നിലയിൽ പറയുന്നതും കാർഷിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ പറയുന്നതും ഒരു കാർഷിക വിദഗ്ധൻ എന്ന നിലയിൽ പറയുന്നതും വ്യത്യസ്തങ്ങളാണ്. അപ്പൊ ഏത് റോള് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു കാര്യം എയോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന ആൾ എന്ന നിലയിലാണ് എനിക്ക് ഉത്തരം തരേണ്ടത്. നമ്മൾ ചുമ്മാ ചോദിക്കും. ഇപ്പോ കപ്പ കൃഷിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരും. ആ ഉത്തരം തരുന്നത് ആരാണ്? കാർഷിക ശാസ്ത്രജ്ഞന്റെ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ആ എക്ക് തോന്നുന്ന രീതിയിലായിരിക്കും തരുന്നത്. ഓക്കെ, ആരാണ് ഉത്തരം തരേണ്ടത് എന്ന കാര്യം, റോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ ബ്രോഷർ തയ്യാറാക്കുക. ആ നിങ്ങൾ തയ്യാറാക്കുന്ന ബ്രോഷർ ഏറ്റവും ഗംഭീരമായിരിക്കണം. ആ ബ്രോഷറിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ബ്രോഷർ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ അത് ഏത് കളറിലായിരിക്കണം എന്നുള്ളത് അല്ലെ? ഒരു കളർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പരസ്യ ഏജന്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഈ പ്രോഡക്റ്റിന് ഏത് കളറായിരിക്കും അതിൻ്റെ പ്രോഡക്റ്റ് നെയിമിൽ കൊടുക്കേണ്ടത്? ആ കളർ കൊടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം? ആ ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ ഷെയ്ഡുകൾ എന്തായിരിക്കണം എന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറയും. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അല്ലെ? ഇനി പരസ്യവാചകം തയ്യാറാക്കുന്നു. അപ്പൊ ഒരു കോപ്പി റൈറ്റർ എന്ന നിലയിൽ ഇത് എവിടത്തെ കോപ്പി റൈറ്റർ എന്ന നിലയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പരസ്യം തയ്യാറാക്കുന്നു. ആ പരസ്യം എവിടെയാണ് പ്രസിദ്ധീകരിക്കുന്നത്? പത്രത്തിലാണോ, അല്ലെങ്കിൽ നോട്ടീസിലാണോ, അല്ലെങ്കിൽ നമ്മളൊരു ഹോൾഡിങ്സിലാണോ? എവിടെയാണ് നമ്മൾ ആ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത്? ആ പരസ്യം ആരാണ് കാണുന്നത്? അത് നമ്മൾ പറയണം. നമ്മൾ ഏത് റോളിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ക്ലിയർ ആയി. ഇനി ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം പറയാം. ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഇത് ക്ലിയർ ആയല്ലോ. രണ്ട് കാര്യങ്ങൾ. ഇനി മൂന്നാമത് ഇതിന്റെ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ, ഏത് ഫോർമാറ്റിൽ വേണം അത്? നമുക്കൊരു സ്ക്രിപ്റ്റ്, യൂട്യൂബ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്. ഒരു നാടകത്തിന്റെ സംഭാഷണം എന്നുള്ള നിലയിൽ അതൊരു ഫോർമാറ്റാണ്. ഇനി ഒരു നോട്ടീസ്, പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നൊരു ഫോർമാറ്റാണ്. ഒരു സ്റ്റഡി മെറ്റീരിയൽ അതൊരു ഫോർമാറ്റാണ്. ഒരു പത്രവാർത്ത ഒരു ഫോർമാറ്റാണ്. ഒരു മാഗസിനിലെ ആർട്ടിക്കിളായ ഒരു ഫോർമാറ്റാണ്. അപ്പൊ ഏത് ഫോർമാറ്റ് എന്താണെന്ന് കൃത്യം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പ്രസംഗത്തിന്റെ ഫോർമാറ്റിൽ തയ്യാറാക്കി തരിക. നിങ്ങൾ നല്ല മനോഹരമായി പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോ ഒരു പ്രസംഗം എഴുതി തരുന്നത് ശരിയാവില്ല. നിങ്ങളുടെ ശൈലിയിൽ മാറ്റം വരും, പ്രശ്നമാണ്.
എനിക്ക് നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രസംഗത്തിന് ആവശ്യമായിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്, അതൊരു ഫോർമാറ്റാണ്. പ്രസംഗത്തിന് ആവശ്യമായ രീതിയിലുള്ള ബുള്ളറ്റ് പോയിന്റുകൾ, ആ പോയിന്റുകൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾ പ്രസംഗിച്ചോളും. അപ്പൊ അതൊരു ഫോർമാറ്റ്. അപ്പൊ ഏത് ഫോർമാറ്റിൽ നമുക്ക് സാധനം വേണം, ആര് എന്ന നിലയിൽ നമുക്ക് ഇപ്പോ റോള്, ഫോർമാറ്റ്, പിന്നെ ഇത് ഈ ഏത് സാഹചര്യത്തിൽ, കോണ്ടെക്സ്റ്റ്, ഏത് സന്ദർഭം, പ്രശ്നമാണ് ഏത് സന്ദർഭമാണ് കോണ്ടെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് ഉദാഹരണം കൊടുക്കാം. ഉദാഹരണം ഇന്ന പോലെ, ഇന്ന രീതിയിൽ, ഇന്ന ഉദാഹരണം. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ അതിന്റെ ഒരു സ്കെൽറ്റൺ എന്ന് പറയുന്നത് ഇതാണ്. പ്രോംപ്റ്റിംഗില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ശാസ്ത്ര ശാഖയായിട്ട് മാറിയിരിക്കുന്നു. 3 വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗില്. അങ്ങനെ ഈ കോഴ്സ് കഴിച്ച ആൾക്കാർ പ്രോംപ്റ്റുകൾ തയ്യാറാക്കി റെഡിമെയ്ഡ് ആയിട്ട് പ്രോംപ്റ്റുകൾ വിൽക്കുന്നുണ്ട്, വാങ്ങിക്കാൻ കിട്ടും പ്രോംപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചാൽ ഇപ്പൊ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, പോസ്റ്റർ ജനറേറ്റ് ചെയ്യാൻ, സിനിമ ഉണ്ടാക്കാൻ, മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള ഇതാണ് അല്ലേ പിന്നെ പ്രോംപ്റ്റുകൾ. ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ കഥ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്, നോവൽ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ് അല്ലേ. ഇതെല്ലാം ഓരോ ഫോർമാറ്റുകളാണ്. കഥാരൂപത്തിൽ വേണം, അല്ലെങ്കിൽ ഒരു കവിതയാക്കി തരണം. കവിത തന്നെ പല രീതിയിൽ, പ്രണയ കവിതയുടെ അല്ലെങ്കിൽ ആ ലിറിക്സ് ആയിട്ട് എന്താണ് എന്നുള്ളത്, അതൊക്കെ ഫോർമാറ്റുകൾ. ഫോർമാറ്റ്, റോള്, ഫോർമാറ്റ്, റോള്, ഫോർമാറ്റ്, ഇത് രണ്ടും കൃത്യമായല്ലോ. നിങ്ങളൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ റോൾ, ഫോർമാറ്റ്, ഇത് രണ്ടും എപ്പോഴും മനസ്സിലാവും. റോളും ഫോർമാറ്റ്. ഇന്റന്റഡ് ഓഡിയൻസ് വേണ്ടേ? ഓഡിയൻസ് ഓർ വ്യൂവർ അതെ. നമ്മള് ഒരു പിന്നെ പ്രോംപ്റ്റ് തയ്യാറാക്കാൻ ഒട്ടേറെ സാധനങ്ങൾ വേണം. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഫസ്റ്റ് റോള്, ഫോർമാറ്റ്. 2 നമുക്ക് കോണ്ടെക്സ്റ്റ്, ഏത് സന്ദർഭത്തിലാണ് വേണ്ടത്. എല്ലായിടത്തും എല്ലാ കാര്യത്തിനും സന്ദർഭം വേണം. 3 ഇത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത്, ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഇതെല്ലാം നമ്മള് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ ചോദിച്ച് എന്തിനു വേണ്ടിയാ ചോദിക്കുന്നത്? എവിടെ എന്ത് ചോദിക്കാനാ? ഞാൻ ഈ പിന്നെ പണ്ട് ഈ ഇന്റർനെറ്റ് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർനെറ്റ് വന്ന സമയത്ത്, ഗൂഗിളൊക്കെ വരുന്നതിന് മുമ്പ്, യാഹൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെന്ന് ഇങ്ങനെ ക്ലാസ് ഇതൊക്കെ ഇന്റർനെറ്റിനെ ഇങ്ങനെ കാണിച്ച് അത്ഭുതപ്പെടുത്തി. നിങ്ങൾക്ക് ലോകത്ത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് നമ്മളൊരു 10-100 പേരൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിലായിരിക്കും ചെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അറിയണം പറയൂ എന്ന് ചോദിക്കുമ്പോ ഈ 100 പേരൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ ആർക്കൊന്നും ആരും ഒന്നും ചോദിക്കില്ല. ഇപ്പൊ പണ്ട് നമ്മുടെ ഒരു ഭ്രാന്തനുണ്ടല്ലോ, എന്ത് ഭ്രാന്തൻ, നാറാണത്ത് ഭ്രാന്തന്റെ മുമ്പില് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവി ചോദിച്ചു, എന്താ നിനക്ക് വരം വേണ്ടത്? ഇല്ല. അതുപോലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിപ്പോ എന്ത് ചോദിക്കുക? ചിക്കൻ ബിരിയാണി ചോദിക്കാനാ? എന്ത് ചോദിക്കാനോള്ള. അപ്പൊ അവിടെ ആവശ്യം നമ്മളിത് ഉപയോഗിക്കണം. എന്ത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കണം? നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെടുത്തി ഇതിനെ എങ്ങനെ കൊണ്ടുവരണം
നമുക്ക് ആവശ്യങ്ങളില്ല. നമുക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതെല്ലാം പോകും. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ഈ ആവശ്യം എങ്ങനെ ഉണ്ടാക്കും? ഒരു ആവശ്യം, പർപ്പസ്, എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടേ? ഇപ്പൊ നിങ്ങളോട് തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കും, നമ്മളൊരു ഉദാഹരണത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിക്കൂ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് ഈ കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്ററില് പണ്ട് കാൽക്കുലേറ്റർ കിട്ടി, ഒരു കാൽക്കുലേറ്റർ കിട്ടി. ഈ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് കണക്കൊക്കെ കൂട്ടാം. നമ്മൾ എന്ത് കണക്ക് കൂട്ടും? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കും. കൃത്യമായിട്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊരു ആവശ്യമുണ്ട്, അത് ചോങ്ങും. ആ ആവശ്യത്തിനുള്ള ടൂളായിട്ട് അത് ഉപയോഗിക്കും, അല്ലെ? അപ്പൊ നമുക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ദൗത്യം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾ എന്താണ്, എന്ത് ചെയ്യാനാണ്, എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, അതിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹം ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആഗ്രഹവും സ്വപ്നവും ഉണ്ടെങ്കിൽ അത് എന്തായാലും അത് ഉറപ്പായിട്ട് നടപ്പാകും. ഞാൻ നിങ്ങളുടെ കൂടെ മുമ്പൊരു കഥ പറഞ്ഞു. കഥയിൽ നടന്ന സംഭവം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ബ്രിട്ടീഷ് 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരന് കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു അല്ലെ? ആ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ, അത് ചെയ്യാൻ പറ്റൂ. തീവ്രമായ ആഗ്രഹമില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങൾ ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിലോ സ്വയം ഒരു ആത്മകഥ നടത്തുമ്പോഴോ ഒക്കെ നിങ്ങൾ ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട അവസരങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്, അല്ലെ? അന്ന് ഒരു അവസരം, അയാള് നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ പറഞ്ഞാണ്, അന്ന് എനിക്ക് തോന്നിയില്ല, അല്ലെ? അന്ന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു, അത് അന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ സാധാരണ എല്ലാ മനുഷ്യരുടെ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചുള്ളൊരു ഇതുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താ? നമുക്കൊരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവസരം പ്രയോജനപ്പെടുത്തും, അല്ലേ? ആ അവസരം പ്രയോജനപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ട്, അല്ലേ? അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. ഞാനൊരു സംഭവം കൂടെ പറയാം. ഇതിനകത്തൊരു സാന്ദർഭികമായി ഇത് പറയുന്നത് എങ്ങനെയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നമ്മുടെ ലോകം മുഴുവൻ 2000-ന്റെ തുടക്കത്തിൽ ഒരു മാന്ദ്യം വന്നു, സാമ്പത്തിക മാന്ദ്യം. ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ ഇന്ത്യയെ ഈ സാമ്പത്തിക മാന്ദ്യം കാര്യമായിട്ട് ബാധിച്ചില്ല. ഇന്ത്യയെ സാമ്പത്തിക മാന്ദ്യം കാര്യമായി ബാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇത് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു. അവർ പല നമ്മുടെ എക്കണോമിക് പോളിസി, നമ്മുടെ പോളിസികൾ, സാമ്പത്തിക രംഗത്തെ കുറിച്ച് പല കാര്യങ്ങളും അവർ പഠിച്ചിട്ട് കൃത്യമായ ഉത്തരം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം അവർ ഉത്തരം കണ്ടെത്തി.
ഇന്ത്യയിലെ സാമ്പത്തിക മാന്ദ്യം വരാതിരിക്കാനുള്ള ഒരു കാരണം ഇന്ത്യയിലെ വീട്ടമ്മമാരാണ്. ഇന്ത്യയിലെ വീട്ടമ്മമാരാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ ബാധിക്കാത്തതിന് കാരണം. ഇന്നത്തെ വീട്ടമ്മമാരല്ല, ഇന്നത്തെ ന്യൂ ജനറേഷൻ വീട്ടമ്മമാരെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്താ അവർ നടത്തിയ പഠനത്തിൽ നമ്മൾ മീന് വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകുന്നു. വീട്ടമ്മ മീൻ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകുന്ന ഒരു വീട്ടമ്മ, മീനിന് 50 രൂപ, കയ്യിൽ 40 രൂപയേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഈ 50 രൂപ ആയിട്ട് 40 രൂപയേ ഉള്ളൂ. നമ്മൾ 10 രൂപ കൂടെ കടം വാങ്ങിച്ച് മീൻ വാങ്ങുന്നു. അപ്പോഴാ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ വീട്ടമ്മ എന്താ ചെയ്യുന്നത്? കയ്യിൽ 40 രൂപയുണ്ട്, 10 രൂപയുടെ ഉണക്കമീൻ വാങ്ങുന്നു, 30 രൂപ മിച്ചം. ഈ 10 രൂപയുടെ ഉണക്കമീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിരുചികരമായ രീതിയിൽ കറി ഉണ്ടാക്കുന്നു. ഈ ഉണക്കമീൻ കറി കഴിച്ചിട്ട് മക്കളും ഭർത്താവും ഒക്കെ കൂടെ കഴിച്ചിട്ട് ഹോ എന്തൊരു രുചി, ഇനി ഈ ഉണക്കമീൻ മതി എന്ന് പറയുന്നു. അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. പപ്പായ അല്ല, വെള്ളരിക്ക വാങ്ങിക്കാൻ പോകുന്നു. വെള്ളരിക്കയ്ക്ക് വില കൂടുതൽ, വെള്ളരിക്ക വാങ്ങില്ല. അപ്പോഴാണ് പറയുന്നത് അടുത്ത വീട്ടില് ഒരു പപ്പായ മരത്തിൽ ഒരു പപ്പയ്ക്ക നമ്മുടെ സ്ഥലത്തോട് ചാഞ്ഞിരിക്കുന്നു. ആ പപ്പായ്ക്ക അടക്കുന്നു. വെള്ളരിക്കയെക്കാളും അതിരുചികരമായ രീതിയിൽ പപ്പായ ഉപയോഗിച്ച് കിച്ചടി ഉണ്ടാക്കും. ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു, വില കൂടുതല്. അവരെന്താ ഡ്രസ്സ് വാങ്ങില്ല. അപ്പൊ അടുത്ത കടയിൽ നിന്ന് 50 പൈസക്ക് കളർ വാങ്ങി, ഡ്രസ്സിൽ കളർ മുക്കി, റെഡിയാക്കി പുതിയ ഡ്രസ്സിനെക്കാളും ഗംഭീരമാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ അത് കീറി മാറ്റി വെച്ചിരുന്ന ഒരു നല്ല ഒരു തുണിയെ തച്ചെടുത്ത് വരും. അവരുടെ സ്കിൽ, വീട്ടമ്മമാരുടെ സ്കിൽ ഉപയോഗിച്ച് ആണ്. അപ്പൊ എന്താ നമ്മളെ ദാരിദ്ര്യം, നമ്മുടെ ഫാമിൻ അതിജീവിച്ചു, സാമ്പത്തിക മാന്ദ്യം അതിജീവിച്ചു. അതിന്റെ എല്ലാം പിന്നിൽ വീട്ടമ്മമാരുടെ സ്കിൽ ഉണ്ട്. ഇത് എന്താ? ഈ അമ്മമാരുടെ തീവ്രമായ ആഗ്രഹമായിരുന്നു എന്താ? വീട്ടിൽ ഒരു ദിവസവും പട്ടിണി ഉണ്ടാകരുത്. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും, വീട്ടിൽ ഒരു പിടി അരി ഇല്ലെങ്കിലും, വീട്ടിൽ അരിയില്ല എന്ന് പറഞ്ഞ് കഞ്ഞി വെക്കില്ല. വീട്ടിൽ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കഞ്ഞി വെക്കില്ല. ആ ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ വീട്ടമ്മമാരുടെ ഉള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ മൊത്തം വീട്ടമ്മമാരുടെ ഈ ഒരു ട്രെൻഡ് ഉണ്ട്. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചത്. കേരളത്തിൽ മാത്രമല്ല, ഇതേ ഒരു രീതി ലോകം മുഴുക്കുണ്ട്. ഇത് ലോകമല്ല, ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ ഒരു ശൈലിയായിരുന്നു. അപ്പൊ ഇതൊരു തീവ്രമായ ആഗ്രഹം. ഈ തീവ്രമായ ആഗ്രഹം കാരണമാണ് നമ്മളെ വീട്ടിലെ പല കുട്ടികളെയും വളരെ കഴിഞ്ഞ തലമുറയിൽ പലരും വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നത് എന്തുകൊണ്ടാ? വീട്ടമ്മമാരുടെ ഒരു ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രഗത്ഭന്മാരെയും സമ്പന്നന്മാരെയും ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും ഒക്കെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ നാട്ടിലെ പഴയ ഡോക്ടർമാരെ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു വീട്ടമ്മയുടെ കഠിനാധ്വാനവും സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. ആ സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഒന്നുമില്ല, അതൊക്കെ ഇല്ലാതാക്കിയതാ. അത് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയമല്ല. ഞാൻ ഈ കാര്യം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ HBR, ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു മാഗസിൻ ഉണ്ട്. ഭയങ്കര വിലപിടിപ്പുള്ള ലൈബ്രറിയിൽ ഈ സാധനം യാദൃശ്ചികമായിട്ട് എനിക്ക് ഞാൻ വായിക്കാനായി. ഇത് കഴിഞ്ഞ എനിക്ക് 2-3 മാസം കഴിഞ്ഞപ്പോ പോയിന്റ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ വീട്ടമ്മമാരാണ് ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭീഷണി. അതുകൊണ്ട് വീട്ടമ്മമാരുടെ ഈ സ്വഭാവം ഒക്കെ മാറണം. ആ മാറ്റാൻ വേണ്ടി അവർ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കി. ആ പദ്ധതികൾ സക്സസ്ഫുൾ ആയി. ഇന്നത്തെ വീട്ടമ്മമാർ ഇതൊന്നും അല്ല. അവര് മാർക്കറ്റിൽ പരസ്യങ്ങളാണോ? ഇന്നത്തെ ഇത് പരസ്യം ഒരുപാട് സ്ട്രാറ്റജിക്ക് ഉണ്ട്. അത് നമുക്കിവിടെ ചർച്ച
ചെയ്യാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്, പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം പോകുന്നില്ല. കാര്യം എന്താ, ഇന്നത്തെ വീട്ടമ്മ നമ്മള് 500 രൂപയും കൊണ്ട് പോകുമ്പോഴായിരിക്കും പുതിയ ഒരു ഫുഡ് പ്രോഡക്റ്റ് കടയിലിരിക്കുന്നത്. കയ്യിൽ 500 രൂപയേ ഉള്ളൂ. ഹസ്ബൻഡിനെ വിളിക്കുന്നു, 500 രൂപയേ ഉള്ളൂ, ഒരു 500 രൂപ കൂടെ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്ത് തരണം, അത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പൊ പറയുമോ പൈസ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അല്ലെ, ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സാഹചര്യം പറഞ്ഞാൽ, നമുക്ക് തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ടൂളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവണം, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ കൃഷി അല്ലെ, നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ 2 വാഴ കൃഷി ചെയ്യാൻ നമുക്ക് AI ഉപയോഗിക്കാം. നിങ്ങൾ എന്തായിക്കൊണ്ട് എന്ത് കാര്യമായാലും എവിടെ നിങ്ങൾ AI ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, അതിനൊരു തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അത് AIക്ക് അതിനകത്ത് റോളില്ല, ഒരു തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങളുണ്ട്. അതിന് പ്രായമൊന്നൊരു പ്രശ്നമല്ല. ആ ഒരു ആഗ്രഹത്തിന് അത് നടപ്പാക്കാൻ വേണ്ടി ഈ ടൂൾ നിങ്ങൾ ഉപയോഗിച്ചു. ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ നോക്കിയ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ ഈ കുറേ കാര്യങ്ങളുണ്ട്, ഇതിന്റെ എത്രയെങ്കിലും മടങ്ങ് നിങ്ങൾക്ക് സ്വയം ആർജിച്ചെടുക്കാൻ പറ്റും. അതിനു വേണ്ടി ഒന്ന് തയ്യാറാവുമോ? യെസ് ഓർ നോ? തയ്യാറാണോ? ആരും മിണ്ടുന്നില്ല. ഒരുപാട് പേര്. എന്താ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ തീവ്രമായിട്ട് ആഗ്രഹമാക്കാം അല്ലെ. വീട് മെയിൻ്റെനൻസ് ഒരാഗ്രഹമാക്കാം. ഒരു ചെറിയ നിങ്ങൾ നടത്തുന്ന ആ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അടുത്ത ലെവലിലേക്ക് മാറ്റുക എന്നുള്ളതാക്കാം. നിങ്ങൾ വീട്ടിൽ കോഴി വളർത്തുന്നു, നിങ്ങളുടെ കയ്യിൽ 5 കോഴിയുണ്ട്. ഈ 5 കോഴിയെ 10 കോഴിയാക്കി എങ്ങനെ നിങ്ങളുടെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അതിനെങ്ങനെ നിങ്ങളുടെ അധ്വാനം എങ്ങനെ അതിനകത്ത് കുറയ്ക്കാൻ പറ്റും? നിങ്ങളുടെ അത് പിന്നൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഈ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീവ്രമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ആഗ്രഹത്തെയാണ് നമ്മൾ ഇന്റൻഷൻ പറയാം. ഇന്റൻഷൻ ഒരു ഇന്റൻഷൻ എന്നുള്ള കൃത്യമായ ഒരു മലയാളം വാക്കാർക്കെങ്കിലും പറയാമോ? ഇന്റൻഷൻ മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം. അതെ, മുൻകൂട്ടിയുള്ള തീരുമാനം. അതെ, അത് തന്നെയാണ് എന്നെ കൃത്യം. നമ്മൾ അപ്പോഴുണ്ടാവുന്ന തീരുമാനമല്ല, നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം, ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ചുള്ള തീരുമാനം. നമ്മളെ സാറിന് ഞാനൊരു അഡ്വക്കേറ്റാണ്. ഇപ്പൊ അഡ്വക്കേറ്റ് അല്ല, ഈ നിയമത്തില് പറയുന്നൊരു ചൊല്ലുണ്ട്. ഈ ക്രിമിനൽ കേസിൽ ആക്ടസ് നോൺ ഫാസിറ്റർ നെസി മെൻസ് നിസിട്രിയ. ഈ ഒരു ഈവിൾ ഇന്റൻഷൻ ഇല്ലാത്ത ഒരു ആക്ട് ക്രൈം അല്ലെന്നാ. ഒരാളിനെ അടിക്കുന്ന അവനോട് നമുക്ക് പൂർവ്വ വൈരാഗ്യം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താലേ അവനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഒരുത്തൻ നടന്നു പോകണം, ചുമ്മാ ഒരുത്തനെ കയറി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ശിക്ഷയൊന്നും കിട്ടൂല. കാരണം നമുക്ക് കോടതിയിൽ എനിക്ക് പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ആ പൂർവ്വ ഇന്റൻഷൻ പ്രൂവ് ചെയ്താലേ ശിക്ഷിക്കാം. അതുകൊണ്ടാണ് പലരും പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ ഇന്റൻഷൻ പ്രൂവ് ചെയ്യാൻ പ്രയാസമാണ്. എന്തിനെ അവൻ അടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് നിങ്ങൾക്കത് സാറ് പറഞ്ഞ പോലെ നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് ചിന്തിച്ച ഒരു സാധനം, ഒരു ഇന്റൻഷൻ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് ചിന്തിച്ച ഒരു പദ്ധതി നമ്മളുണ്ട്. ഈ പദ്ധതിയായിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരു ഒരു ന്യൂയിസ്, ഈ ശബ്ദങ്ങൾ, ഈ നമ്മളെന്താ പറയുന്നത്, ഈ ശബ്ദം
തടസ്സങ്ങൾ. നോയിസ് 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 നോയ്സ് നോയിസ് ഉണ്ടല്ലോ. ആ. നോയിസ് എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ ഈ പല ശബ്ദങ്ങൾ ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോ റോഡിൽ കിട്ടുന്ന ശബ്ദം നോയിസ് അല്ലേ? ഈ നോയിസ് ഈ നോയിസിന് നമ്മള് പലപ്പോഴും ഈ നോയിസിന് ഇന്റൻഷന് മാറിയിട്ട് നോയിസിലേക്ക് നമ്മൾ അങ്ങ് പോകും. നിങ്ങള് ഒരിടത്ത് തീവ്രമായ ഒരു ബിസിനസ് പർപ്പസ് വേണ്ടി ഒരിടത്ത് യാത്ര ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇറങ്ങി. ഒരു സാധനം വാങ്ങാൻ, നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം സഫലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം വാങ്ങാനായിട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും വേറെ 2-3 സുഹൃത്തുക്കൾ വരുന്നത്. അവരുകൂടി നിങ്ങൾ അങ്ങ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നോയിസ്. അപ്പൊ ഇന്റൻഷൻ നോയിസിലേക്ക് അങ്ങോട്ട് പോകും അല്ലേ? നോയ്സൻസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ നിങ്ങള് ഒരു കുട്ടി പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് തീവ്രമായ ആഗ്രഹത്തോടു കൂടി പ്ലാൻ ചെയ്ത് പദ്ധതിയൊക്കെ ഇട്ട് ഇരിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ഒരു സിനിമ കാണാനായിട്ട് ഒരാൾ വിളിക്കുന്നു. സിനിമ കാണാൻ പോയി ഒരോളും. അപ്പൊ നമ്മള് ഇങ്ങനെ നിങ്ങളെ വാഴയ്ക്ക് ഇന്ന് വളം ഇടാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലാണ് നമ്മളിന്ന് ഒരു ക്ഷേത്രത്തിൽ പോകണം, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഞാനും വരുന്നു, എന്റെ ഉടുപ്പ് എടുത്തിട്ട് അവന്റെ ഉടുപ്പ് പോകുന്നു. അപ്പൊ നമ്മളെ ഇന്റൻഷൻ അവിടെ ഇരിക്കുന്നത് കാര്യമില്ല. ഇതിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. നോയിസ് റിമൂവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഈ നോയിസ് ഇതിനെ നമ്മൾ ഈ തീവ്രമായ ആഗ്രഹത്തിന്റെ ശത്രു ഈ സാധനം. ഈ നോയിസിനെ എങ്ങനെ ആഗ്രഹം അത്ര തീവ്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവോ? നമ്മളെ ആഗ്രഹം തീവ്രമാവുന്നില്ല, അതാണ് പ്രശ്നം. ആഗ്രഹം നമ്മൾ ആലോചിച്ച് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആലോചിച്ചിട്ടാ പക്ഷെ അതിന് തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? അതിന് നമ്മുടെ ഈ ആഗ്രഹത്തിന് നിരന്തരം ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തണം. നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള മറ്റൊരു രീതിയിലാണ് ആലോചിക്കുന്നതും അതായത് ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് ആലോചിക്കുന്നത് തെറ്റാണ്. നമ്മളെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞില്ലേ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ സ്വപ്നം കാണാൻ പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. സ്വപ്നം കാണണം അല്ലേ? ഇത് കോഴി മുട്ട അട വയ്ക്കുമ്പോ എത്ര മുട്ട പിരിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുതെന്നാ പറയുന്നത്. ചിന്തിക്കണം. മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണുന്ന പോലെ നിങ്ങൾ തീവ്രമായി അതിനെക്കുറിച്ച് ആലോചിച്ച് വരുമ്പോ അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് എടുക്കുമ്പോ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. ആ പ്രവർത്തനം ആഹ്ലാദകരമായിരിക്കും. അല്ലാതെയുള്ള പ്രവർത്തനം, തീവ്രമായ ആഗ്രഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും ആ ജോലി ഭയങ്കര വിരസമായിരിക്കും. തീവ്രമായ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോലി ആഹ്ലാദകരമായിരിക്കും. നമ്മൾ വാഴ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഒരു 5 മൂട് വാഴ നടന്നു. ഈ 5 മൂട് വാഴയും ഇങ്ങനെ വളർന്ന് നല്ല ഇലയൊക്കെ വന്ന് വലിയ കൊല ആയിട്ട് മാറി ആ കൊല ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ. നിങ്ങൾ വാഴക്കന്ന് നടന്ന സമയത്ത് തന്നെ ഇതിന്റെ കൊല നിങ്ങളുടെ മനസ്സിനകത്ത് വരണം. എത്ര വലിപ്പമുള്ള കൊലയാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ കൃത്യമായിട്ട് വളം ചെയ്യും. അല്ലെങ്കിൽ വളം ചെയ്യാനായിട്ട് മൺമട്ടി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും റോഡില് ജാഥ പോകുന്നത്. ജാഥ കാണാൻ വേണ്ടി നിൽക്കും. ഉത്സവ കമ്മിറ്റിക്കാർ പിരിവിന് വരുന്നത് അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊലയെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആരെങ്കിലും വരുമ്പോ അവരാ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയാ പറയുന്നത്. നമ്മൾ ഈ 2 മാസം എടുത്ത് പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണ്ടേ? അതിനു വേണ്ടിയാ പറയാം. യെസ്, മനസ്സിലായോ?
നമ്മള് നമ്മുടെ മനസ്സിനകത്തുള്ള ആ ചിന്തയെ നമ്മൾ റീ എഞ്ചിനീയർ ചെയ്യണം. തിരിച്ച് തെറ്റല്ല വെച്ചത് നമ്മൾ കൃത്യമായിട്ട് അത് കാണണം. നമ്മളെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഇത് സക്സസ് ആവുന്നത്. പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ തീവ്രമായ ഈ ആഗ്രഹം നമ്മളിങ്ങനെ ചിന്തിച്ച് ഈ വാഴ കൊല നമ്മുടെ മനസ്സിനകത്ത് വന്നു. വാഴക്കൊല കുലച്ചു നിൽക്കുന്ന ഒരു ചിത്രം വന്നു. ചിത്രം വന്നു കഴിയുമ്പോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ചിന്ത പോകുന്നത് പിന്നെ പ്ലാനിങ്ങിലേക്കാണ്, ആസൂത്രണം. ഇത് വന്ന് ഇങ്ങനെ വാഴ, ഇവിടെ ഒരു വാഴ, ഇവിടെ ഒരു വാഴ, ഇത് സക്സസ്ഫുൾ ആയിട്ട് നടക്കും. ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഈ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ആൾക്കാർ ടോയ്ലറ്റ് ഉപയോഗിക്കില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയമായി. ഞാൻ അവിടെ ഇപ്പൊ കേരളം സമ്പൂർണ്ണ ODF, അതായത് സമ്പൂർണ്ണ ശുചിത്വമായിട്ട് പ്രഖ്യാപിക്കുന്ന ഏതാണ്ട് രണ്ട് മാസം ആയി. പല വിധത്തിൽ പരിപാടി നടക്കുന്നു. അവിടെ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ പഞ്ചായത്തിൽ 2000 കക്കൂസുകൾ പണിയണം. ഒരു രക്ഷയില്ല, ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ സമയത്ത് ഞാൻ പറഞ്ഞു ഈ പദ്ധതി ഞാൻ ചെയ്യാം. ഞാൻ ഏറ്റെടുത്തു. രണ്ടാഴ്ച കൊണ്ട് ഞാൻ അവിടെ 2000 കക്കൂസുകൾ. ഈ 2000 ഇതിന്റെ എല്ലാം ഇത് യൂട്യൂബ് ചാനലിലുണ്ട് ഈ സംഭവം. അപ്പോ ഞാൻ അവിടെ ചെയ്തതെന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്തില്ല. ഈ ആൾക്കാരുടെ ഞാൻ കുറച്ച് MSW അവിടെയുള്ള കുറെ 10-20 കുട്ടികളെ എടുത്ത് അവരെ 2 ആഴ്ച ഞാൻ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട്, അതായത് 4 ആഴ്ച കൊണ്ടാ ഈ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങളിലും കൊടുത്തിട്ട് ഇവരെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ ഓരോ വീട്ടമ്മമാരുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ, കൊച്ചുകുട്ടികളുടെയും സ്ത്രീകളെയും ആണ് മനസ്സിൽ ഓരോ വീട്ടിലെയും കക്കൂസ്, കുളിമുറി, ഇതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം. ഓരോ വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടാവുന്നു, ഒരു കുളിമുറി ഉണ്ടാവുന്നു, അത് അവർ ഉപയോഗിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ഒരു വിഷ്വലൈസേഷൻ, ഒരു തീവ്രമായ ആഗ്രഹം ഇവരെ മനസ്സിനകത്തുണ്ടാക്കി. അത് ഭയങ്കര അതിനൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അവസാനം ഇതിന്റെ സബ്സിഡി അല്ല, പലരും ആഭരണം പണയം വെച്ചും 18,000 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. പലതും 70,000 രൂപ 80,000 രൂപയ്ക്കൊക്കെയാണ് ഓരോ വീടുകളിലും. വീട് പൊളിച്ച്, സ്ഥലമില്ലാത്ത ആൾക്കാർ വീട് പൊളിച്ചു വെച്ചു. ഒരു പ്രദേശത്ത് ഒരു 8 സെന്റ് സ്ഥലത്ത് 10-30 വീട്ടുകാർ താമസിക്കുന്നു. അവിടെ കക്കൂസ് പണിയാൻ സ്ഥലമില്ല. അപ്പൊ അവർക്കൊരു ചെറിയൊരു ആരാധനാലയം പോലുള്ള ഒരു ക്ഷേത്രം പോലത്തെ ഒരു സ്ഥലം, ആ ക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ കക്കൂസ് ഉണ്ട്. ഇതിലെല്ലാം വീഡിയോ ഉണ്ട്. അപ്പൊ ഇതെന്താ, എന്തുകൊണ്ടാണ് അവിടെ ചെയ്തത്? അവരുടെ മനസ്സിനകത്ത് തീവ്രമായ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നീങ്ങുന്ന അതെ തീവ്രമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ആഗ്രഹം, തീവ്രമായ ഒരു ആഗ്രഹം, അതിനകത്ത് നമ്മൾ ഒരു ആഗ്രഹം, അതിന്റെ ഒരു പല ഘട്ടമുണ്ട്. അതിനകത്ത് നമ്മളതിന്റെ ഒരു റിസൾട്ട് കാണുന്നു. റിസൾട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്, അല്ലെ, കൃത്യമായ ഒരു പ്ലാനിങ്. നമ്മളെ ഈ ലോകത്തെ ഏറ്റവും ഭയങ്കര ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു ഏജൻസിയാണ് അമേരിക്കയിലെ ചാരസംഘടനയായ CIA. ഈ CIA പ്രവർത്തിക്കുന്ന ആൾക്ക് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ അവര് ഓപ്പറേഷൻ നടത്തുന്നത്. ഇത്രയും സമ്പത്തും വലിയ ഉള്ള ആൾക്കാർ, അമേരിക്കൻ പൗരൻ എന്തിനു വേണ്ടിയാ ഈ ഇത്രയും കഷ്ടപ്പെടാൻ പോകും? അപ്പൊ ഈ CIA ഒരു മുദ്രാഗീതമുണ്ട്, നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന വിശ്വാസത്തോടെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അപ്പോ നമുക്ക് ഒരു ഡ്രീമായി ഉള്ളതിനാണ്. അപ്പൊ അടുത്ത ഘട്ടം നമ്മളെന്താ
ഏറ്റവും പ്രതികൂലമായ കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ ഏറ്റവും നമ്മൾ കാര്യങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വെച്ചൊന്നും കാര്യങ്ങൾ പ്ലാൻ ചെയ്യില്ല, അല്ലേ? ഇഷ്ടമില്ലാത്ത കാര്യം വെച്ച് വരാം. നമ്മളിപ്പോ ഒരിടത്തേക്ക് യാത്ര പോകണമെങ്കിൽ അത് എങ്ങനെ നമുക്ക് കാറിൽ പോവാം, അല്ലേ? നമ്മളതിന് അത് ചിലപ്പോൾ ബസ്സിൽ പോകായിരിക്കും, ചിലപ്പോൾ നടന്നായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഏറ്റവും പ്രതികൂലമായ അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് എന്ത് പ്രതിബന്ധം ഉണ്ടായാലും അതിനെല്ലാം നമ്മൾ അതിജീവിക്കുമെന്നുള്ള നിലയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, പ്ലാൻ ചെയ്യുമ്പം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ വരണമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. പ്രതികൂലമായി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പായി പോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പൊ അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോംപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? ഇപ്പൊ AI ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും സഹായിക്കാൻ നമ്മളിതിങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാണ്. നമ്മളിത് കൃത്യമായിട്ട് നമ്മളെ കയ്യിൽ എല്ലാം ഓക്കെ ആയി. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ അറിവ് വേണം. ആ അറിവായിരുന്നു നമ്മുടെ നേരത്തെയുള്ള പ്രശ്നം, അല്ലെ? സൊല്യൂഷൻ, പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് ആയിരുന്നു നമുക്ക് പ്രശ്നം. അത് അറിവ് കൊണ്ടേ പരിഹാരമുള്ളൂ. അത് മുമ്പ് നമുക്ക് അങ്ങനെ അറിവ് പകർന്നു തരാൻ, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു. ഇപ്പൊ ഇതുണ്ട്, ഈ ടൂളുണ്ട്, AI എന്നുള്ള ടൂളുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഈ അറിവ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാം. ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ, നിങ്ങൾ സ്വപ്നം കാണുമല്ലോ. തീർച്ചയായിട്ടും ഇത് സാധാരണ AI ക്ലാസ് മാത്രമല്ലായിരുന്നു കേട്ടോ സാറേ. ഇന്നത്തെ ക്ലാസ് ഇൻസ്പിറേഷൻ, ഐ മീൻ എന്താണ് പറയണേ, മോട്ടിവേഷൻ കൂടിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് സാറേ, ഇത് അതും കൂടി ആയിരുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്. എന്തേ? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ പറഞ്ഞ പ്രിൻസിപ്പിൾ ബാധകമാണെന്ന് പറയാറ്. അതെ, നമ്മളത് മുന്നോട്ട് പോകും. നമുക്ക് ഈ സാധനം നമ്മളെ കയ്യിൽ ഈ AI ടൂള് വെച്ചുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകണമല്ലോ. മുന്നോട്ട് പോകാൻ ഇത് ഉപയോഗിക്കണമല്ലോ. ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 1-2 മിനിറ്റുകളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇന്നത്തെ ക്ലാസ് സൂപ്പർ. എന്തേ? ഇന്നത്തെ ക്ലാസ് സൂപ്പർ. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ മോശമായിരുന്നു എന്നാ പറഞ്ഞത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കേട്ടാൽ എല്ലാ ക്ലാസ്സും സൂപ്പർ ആയിരുന്നു. എനിക്ക് അവിടെ ആദ്യത്തെ കുറച്ച് ക്ലാസ് മിസ് ചെയ്ത്, ഞാൻ 6-ാമത്തെ ക്ലാസ് മുതൽ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ക്ലാസ്സുകളെ വിലയിരുത്തി പറയുകയാണ്, ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. എനിക്ക് എന്റെ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ, അതാണ് സത്യം. എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊക്കെ 10 ഇരട്ടി സാറ് എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്ന് അതൊക്കെ ഓവർകം ചെയ്തു. വെരി ഗുഡ്, എക്സലന്റ്. ഒരു കാര്യമുണ്ട്, നമുക്ക് യൂട്യൂബ് കാണുമ്പോൾ നമുക്കത് നമ്മുടെ ലാംഗ്വേജ്, ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട് സാർ, വഴിയുണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ അടുത്ത അതിനുള്ള നമ്മുടെ ഈ ബാച്ചിൽ മുതൽ ഞാൻ കുറെ നോട്ടുകൾ, സിമ്പിൾ ആയിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ടുകൾ ഞാൻ ഇട്ട് തരാം. ചില നോട്ടുകളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കുക. ഞാൻ ജിമെയിലുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ടുകൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പല നോട്ടുകളുണ്ട്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കുക. നമ്മളെ ഈ യൂട്യൂബ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, അതായത് മറ്റ് ഭാഷയിലുള്ളത് നമ്മുടെ ഭാഷയിൽ കേൾക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പറയാം. യൂട്യൂബിൽ തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ജിമെയിലാണ് കേട്ടോ കുറെ കൂടി ഇത് സൗകര്യമായിട്ടുള്ള. ഞാൻ ജിമെയിലിൽ നിന്ന് വാട്സപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക്, അതായത് 10ാം ക്ലാസ്സിൽ നിന്ന് KG 1 പോയ ഒരു
ഡ്രോപ്പ് ഓഫ് ഉണ്ടായി. അതെ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചക്കുറവും അങ്ങനെയൊക്കെ ഉള്ളത്. അതെ നമ്മുടെ സാധാരണ ഇതിൽ കൂടുതൽ സ്റ്റുഡൻറ്റും ഇത് വാട്സപ്പിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പോയതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. എനിക്ക് നേരെ മറിച്ചാണ് സംഭവിച്ചത്. അതെ അതാണ് ഞാൻ ഇത് ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തപ്പോഴ് പ്രോഗ്രാം കഴിയുന്നത് സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതെ അതെ പിള്ളേരുടെയൊക്കെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് വേണം. സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ ഇവിടെ കേരളത്തിലെ സിനിമയുടെ ഒരു അഡ്വർടൈസ് ചെയ്യുന്ന ഒരു സാബു കൊളോണിയ എന്ന് പറഞ്ഞ ആൾ ഇത് ഡിസൈനൊക്കെ ചെയ്തിട്ട് എന്നെ വിളിക്കും. ഇങ്ങനെ സുരേന്ദ്ര സാധനം റെഡിയാണ്, താൻ വന്നിട്ടൊരു അഭിപ്രായം പറയണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളി പോകുന്നത് ഈ സ്ട്രീറ്റിലേക്ക് നടക്കുന്ന ആൾക്കാരെയും ഈ സ്ട്രീറ്റിലെ കച്ചവടക്കാരെയൊക്കെ കൊണ്ട് കാണിക്കും. ഇതാണോ നല്ലത്, ഇതാണോ നല്ലതെന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആൾക്കാർ. അപ്പൊ അതാണ് ആ പുള്ളിയുടെ അന്നത്തെ സെൻസ് ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ തന്നെ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും. പിന്നെ നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകരുത്. എന്നെ പോലെ നാണം കെട്ടവനായിരിക്കണം, എന്നാലേ ജീവിതത്തിൽ സക്സസ് ആകുള്ളൂ. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ നാണക്കേട് എന്റെ വൈഫിനെ പ്രാക്ടീസ് ചെയ്തു, മോളെ പ്രാക്ടീസ് ചെയ്യിച്ചു. അങ്ങനെ അവരൊക്കെ കുറേശ്ശെ സക്സസ് ആയിട്ട് വരുന്നു. നാണം വച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല, ഇതെല്ലാം നടക്കും. അങ്ങനെ വിചാരിച്ചിട്ട് മുന്നോട്ട് കയറണം എന്നാണ് ഞാൻ വിനീതമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ളവരെ സക്സസ് ആവുള്ളൂ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കട്ടോ സാറേ. ആരെങ്കിലും ഇത് ലാസ്റ്റ് ക്ലാസ് ആണോ സാറേ? ഇല്ല ക്ലാസ് ഉണ്ട് ഇനിയും ക്ലാസ് ഉണ്ട്. നമുക്ക് 16-ാം തീയതി വരെ ക്ലാസ് ഉണ്ട്. 16-ാം തീയതി വരെ അല്ല, ഡിസംബർ 31 പറഞ്ഞതുകൊണ്ടാണ് നമുക്കിനി അടുത്ത ബാച്ച് 16-ാം തീയതി ആരംഭിക്കുക. അതിനു മുമ്പ് നമുക്ക് കുറെ കാര്യം ക്ലാസ് ഒക്കെ നമുക്ക് നമ്മള് ഇതിനകത്ത് നിങ്ങളെ ക്ലാസ് കഴിയുന്നില്ല. നമ്മള് പുതിയ ബാച്ച് വന്നാലും പഴയ ആൾക്കാരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു മാസത്തിൽ ഒരു ക്ലാസ് ഒക്കെ അല്ല, ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ 273 ഉണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. അതില്ല സാർ, ഞാൻ അതുകൊണ്ട് സ്പെസിഫൈഡ് ആയിട്ട് ചോദിച്ചത്, ഇവര് റെസ്പോൺസ് മോശമാണ്. അതായത് ഞാൻ തന്നെ കയറി ചെയ്ത് ഞാൻ നാണം കെട്ടവനായ കാരണമാണ് എനിക്ക് ഈ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ശാന്തമ്മ മേഡം ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഒരു അപ്രതീക്ഷിതമായി ചികിത്സയിലേക്ക് പോകേണ്ടി വന്നപ്പോഴേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാതെ അതിപ്പോ പരിഹരിച്ച് കുഴപ്പമില്ല ഇപ്പൊ. ഓക്കെ. ഇനി എല്ലാവരോടും പങ്കജാക്ഷൻ സാറിനെ നേരിട്ട് നമ്മളിത് സാറ്, ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ നമുക്ക് കിട്ടുന്ന അറിവ് വേറൊരാൾക്ക് ഷെയർ ചെയ്താൽ തന്നെ നമ്മളുടെ അറിവ് വർദ്ധിക്കും. അതാണ് എന്റെ പോളിസി. എന്റെ അച്ഛൻ പഠിപ്പിച്ചത് അത് തന്നെയാണ് 1-ാം ക്ലാസ് മുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് എന്ന് പറഞ്ഞ റയർ ഓപ്പർച്യൂണിറ്റി. ആൾക്കാർക്ക് അതിന്റെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് ഇത്തരം നല്ല ക്ലാസ് മുറ്റത്ത് കെട്ടിയിട്ട് അതിന്റെ പുറകെ പോകാതെ വേറെ സംഗതിയുടെ പുറകെ ആൾക്കാർ പോകുന്നു. ഇതൊരു റിയലി ഞാൻ ഭയങ്കര ലക്കിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റിയത്.